ഭാവിയിൽ വരാൻ പോകുന്ന രക്ഷയുടെ അടയാളം. ഇതാണ് ആദ്യത്തെ വായന നമ്മൾ കേട്ടത്. അപ്പം നമ്മെ സംബന്ധിച്ച് കുരിശെന്ന് പറയുമ്പം രക്ഷയുടെ അടയാളമാണ്. രണ്ടാമത്തെ വായന കേൾക്കുന്ന സക്കറിയ പ്രവാചകനാണ്. ഇന്ന് പ്രസക്തമായ വചനഭാഗം നിങ്ങൾ കേട്ടു. എൻ്റെ ജനത്തെ ഞാൻ വിളിച്ചു കൂട്ടും, അവരെ ഞാൻ ചിതറിച്ചു, പക്ഷെ ചിതറിച്ചതുപോലെ തന്നെ ഞാൻ അവരെ വിളിച്ചു കൂട്ടും, അവരെ എന്നിട്ട് സുഖമായി ജീവിക്കും. എല്ലാ മലകളിൽ നിന്നും എല്ലാ കുന്നും ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എബ്രഹാമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫിസിക്കൽ ഡിസെൻഡൻസ് ആയ ഒരു ചെറിയ വിഭാഗത്തിന് ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. ആ ഒന്നിച്ചു കൂട്ടുക മാത്രമല്ല അവർ പറയുന്നത്, കൃത്യമായിട്ട് ലെബനോൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവിടെ വിസ്തൃതമാക്കും, എൻ്റെ ജനത്തെ ഞാൻ കൈവിടുകയില്ല, ചിതറപ്പെട്ടവനെ ഒന്നിച്ചു കൂട്ടും എന്ന് പറയുന്ന സുന്ദരമായ തിരുവചന ഭാഗം സക്കറിയ പ്രവാചകന്റെ ഭാഗവാസ്തവത്തിൽ ഇന്ന് ഏറെ അന്വർത്ഥമാണ്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്രായേൽക്കാരുടെ ഉള്ളിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ അവരിപ്പോൾ കാണിക്കുന്ന ജീവിക്കുന്ന നാട്ടിൽ അവർ കടന്നു 1947 വന്നതിന് ശേഷം അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും വളരെ കൃത്യമായ പ്രതിജ്ഞ നമ്മൾ കേൾക്കുന്നുണ്ട്. ചില ആളുകളിൽ നിന്ന് യഹൂദ വിമുക്തമാക്കും അറബി രാജ്യത്തെ, ഞങ്ങൾ യഹൂദ വിമുക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ തീരുമാനത്തോടെ ഉന്മൂലനം ചെയ്യാൻ അണിനിരന്നിരിക്കുന്ന ശക്തികൾ ചുറ്റും കിടപ്പുണ്ട്. പക്ഷെ ഇവര് ലെബനോൻ ഉൾപ്പെടെ ഞങ്ങൾ ഇസ്രായേലിന്റെ വിസ്തൃതി അത് കരസ്ഥമാക്കുന്ന ഉള്ളിന്റെ തീരുമാനത്തിൽ പോകുന്നതോടെ ഭയപ്പെട്ടു നിൽക്കുന്ന. പക്ഷെ ഇവിടെ അവരെ ധൈര്യപ്പെടുന്ന ആരാ? അതെ, അവരുടെ കയ്യിലിരിക്കുന്ന ആറ്റംബമോ ആയുധങ്ങളോ ഒന്നുമല്ല. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ കരുത്തിൻ്റെ ഓർമ്മ അവരുടെ ഉള്ളിലുണ്ട്. അവരുടെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ കാവൽക്കാരൻ, ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ യഹോവയാണ്. ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. ഇത് ചുമ്മാ അങ്ങ് പറയുന്നതല്ല. അവരെ മോശയിലും പ്രവാചകന്മാരിലും കൃത്യമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഈ പോക്ക് പോകുന്നത്. സക്കറിയ പ്രവാചകൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വീട്ടിൽ ചെന്നെടുത്ത് വായിച്ചു നോക്കിയേ, ഇന്നത്തെ പ്രവചന ഭാഗത്ത് വായിച്ചു നോക്കിയേ. അക്ഷരാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ അന്ന് കർത്താവ് ജനിക്കുന്ന 450 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ചത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. വലിയ സാധ്യത. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ്.